കൈകാര്യം ചെയ്തു. ಇದ 706. ಬೇಡ ಬೇಡ, ನೀಸ್ಕೊಂಡು ಹೋಗ್ಬೇಡ, ನಾವೇ ತಗೊಳ್ತೀವಿ. ಬಾಯ್. ಏನು ಟಿಪ್ಪೇನೂ ಇಲ್ಲ, ಹೋಗು ಹೋಗಡ. ഈ പിശാചുകൾക്കൊല്ല പിച്ചിരുത്തിരിക്കുക പണ്ടറങ്ങാൻ. കഴിഞ്ഞ ഒരാഴ്ചയായി കാര്യമായി ഒരു ഗുണവും ഇല്ല. ഇവിടെങ്കിലും എന്തെങ്കിലും ഒക്കണേ ദൈവമേ. ബെല്ലടിച്ചിട്ട് എത്ര നേരമായി, ഒരു തെണ്ടിനും കാണില്ലല്ലോ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. മോളെ വാ, ഇങ്ങ് വന്നേ. എന്താ? സോറി, ഞാൻ 5 മിനിറ്റ് താമസിച്ചു പോയി. നിങ്ങളുടെ സുഹൃത്തിനോട് തയ്യാറാകാൻ പറഞ്ഞോളൂ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ. എപ്പോൾ? എത്ര ദിവസത്തിനുള്ളിൽ? ഇന്ന് ഓഗസ്റ്റ് 1. ഇന്നു മുതൽ 15 ദിവസത്തിനുള്ളിൽ. സാധാരണക്കാരനല്ല മുഖ്യമന്ത്രി. എന്തെങ്കിലും സംഭവിച്ചാൽ, മണത്തറിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ വിവരം അറിയിക്കും? എവിടെ കോണ്ടാക്ട് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളെക്കാൾ മുന്നേ മണത്തറിയും. പിന്നെ ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം. ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ സ്ഥലം വിടും. സംഭവം കഴിഞ്ഞേ തിരിച്ചു വരും. അതാ നല്ലത്. എന്താ ഒരു സംശയം പോലെ? എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഈ ഡീൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. യു ക്യാൻ ടേക്ക് ബാക്ക് ദിസ് മണി. അയ്യോ, അതുകൊണ്ടല്ല. ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കണം. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആൾ മാന്യനാണ്. ഓക്കെ ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. Hello, reception. I am vacating this room. Please keep all the bills ready. Thank you.
എന്താ കാര്യം? നിങ്ങളെന്താ ಈ ರೂಮ್ തുറക്കുന്നത്? ಏನು ಹೇಳುದು ನೀವೇನು ಹೇಳುದು ಏನು ಹೇಳುದು ನಮ್ಗೆ ಅರ್ಥ ಗೊತ್ತಾಗಲ್ರಿ. ഇതിനകത്ത് ആളുണ്ടല്ലോ. ಮಾತಾಡಿದ್ರೆ ಮಾತಾಡ ಬಾಳ ಒಳ್ಳೆ ಮಾತಾಡಬೇಕಾ. ನಾವು ಚಿಕ್ಕಮಂಗ್ಳೂರು ಗೌಡ್ರು. എന്താ ഇവിടെ പ്രശ്നം? ನಾವು ಗೌಡ್ರಿ. എന്താ ഇവിടെ ನೋಡ್ರಿ ഈ ഓപ്പറേറ്റർ എങ്ങനെ വല്ല മെസ്സേജും കിട്ടിയാൽ? കുഴപ്പമൊന്നുമില്ല, അറിയുന്ന ആളാ. പിന്നെ ഞാൻ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ ദാറ്റ് ഇസ് ഓവർ. ഇനി ഇങ്ങനെ ഒരു പ്ലോട്ട് സത്യമാണെന്നിരിക്കട്ടെ, അവർ ഏത് രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? അവർ തന്നെ നേരിട്ടോ, അതോ അവർക്ക് അടുപ്പമുള്ള വല്ല മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയോ, അതോ മറ്റു വല്ല വിധത്തിലോ? വാട്ട് ഡു യു തിങ്ക്? നേരിട്ടാകാൻ ഒരിക്കലും വഴിയില്ല. മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയാണെങ്കിൽ അത് ഒരുപാട് പേര് അറിയാനുള്ള സാധ്യതയുണ്ട്. ആ റിസ്ക് അവരെടുക്കില്ല. പിന്നെ ഐ സ്ട്രോങ്ലി ഫീൽ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ വർക്കായിരിക്കും. ആൻ അസാസൻസ് ജോബ്. ഒരു വാടക കൊലയാളി ആയിരിക്കും അതിന്റെ പിന്നിൽ. അങ്ങനെ ഒരാളുണ്ടോ? പോലീസ് റെക്കോർഡിലില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു ക്രിമിനലിനെ പ്രൊഫഷണൽ ആക്കി എടുക്കാം. ഡു വൺ തിങ്. സംശയമുള്ള ക്രിമിനൽസിന്റെ ലിസ്റ്റ് റെക്കോർഡ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യണം. അറേഞ്ച് ചെയ്തു. ഒരുപക്ഷെ അയാളൊരു ഔട്ട്സൈഡർ ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്നും. പോസിബിലിറ്റീസ് ഉണ്ട് സർ. കോൺടാക്ട് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ മേജർ സിറ്റീസ്. അവരുടെ ക്രൈം റെക്കോർഡിൽ ഒരു പ്രൊഫഷണൽ അസാസിന്റെ അറ്റംപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ആരായിരുന്നു അയാൾ, എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ, അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ഓൾ ഇൻഫർമേഷൻസ്. യെസ് സർ. CMന്റെ സെക്യൂരിറ്റി ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ IG യുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിൽ 2 സെൻട്രീസിന് പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. സർ. പാപ്പച്ചനല്ലേ? അതെ. ആ, വിശ്വം. എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും. അവിടെ നിന്ന് ബോംബെയിലേക്ക് 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താനെന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെയും മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. പാപ്പച്ചനല്ലേ? അതെ. ആ, വിശ്വം. എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും. അവിടെ നിന്ന് ബോംബെയിലേക്ക് 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താനെന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെയും മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. നമുക്ക് ആ വിശ്വത്തെയും പാപ്പത്തിനെയും കസ്റ്റഡിയിലെടുത്താലോ? വേണ്ട വേണ്ട, ആ പാപ്പച്ചനെ വെറുതെ വിട്ടേ. അയാളെ തൊടണം. ഈ തെളിവ് വെച്ചൊന്നും ചെയ്യാൻ ഒക്കില്ല. കൂടാതെ അയാൾ MLA ആണ്. ഈ ലോകം മുഴുവൻ അറിയും. വെറുതെ പുലിവാലാണ്. അപ്പോ വിശ്വത്തെയോ? നിയമപരമായി അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലെന്താ ഉള്ളത്? അയാൾ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും മദ്രാസിലോ ബാംബയ്ക്കോ പോവുകയാണെന്നും പറഞ്ഞു. അതിനെന്താ? നത്തിങ് റോങ് ഇൻ ഇറ്റ്. പിന്നെ നമുക്ക് അയാളെ സംശയമുള്ളതുകൊണ്ട് we will try him. ഇപ്പൊ തന്നെ പോയാലോ? അത് വേണ്ട സർ. അയാൾ പറക്കാൻ തുടങ്ങട്ടെ. അയാൾ ഇവിടെ ഇല്ല എന്നുള്ള ധാരണയെ തന്നെ മറ്റുള്ളവർ ഇരുന്നോട്ടെ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ വിഷു അല്ലേ? അതെ. ഒരു മിനിറ്റ്. എന്താ? ഞാൻ പാപ്പച്ചൻ പറഞ്ഞിട്ട് വന്നത്. തോമസ് പാപ്പച്ചൻ MLA. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് വരും പ്ലീസ്.
അവൻ എവിടെ ഉള്ളത്? എവിടെയുണ്ട് എനിക്കറിയില്ല. ഞാൻ ഒരു ഹോട്ടലിൽ വെച്ചാ. സിഗ്നേച്ചർ കണ്ടിട്ട് ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് തോന്നുന്നല്ലോ. അതെ സാർ, ലെഫ്റ്റ് ഹാൻഡറാണ്. ഞാൻ ശ്രദ്ധിച്ചു. ഇതിന്റെ ഒരു ഫോട്ടോ സെറ്റ് എടുത്ത് വെക്കാൻ പറയും. യെസ് സാർ. അന്ന് ആരാ റൂമിൽ സെർവ് ചെയ്തത്? ഞാനാ സാർ. നീ ആളെ ശരിക്കും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇനി ആളെ കണ്ട തിരിച്ചറിയോ? വേറെ ആരാ അയാളെ കണ്ടത്? എന്താ? അല്ല, ഒന്നുമില്ല. പറയടാ, എന്താ പറഞ്ഞത്? അന്ന് ആ മുറിയിൽ ഒരു തെലുങ്ക് സ്ത്രീയും പിന്നെ വേറൊരാളും. വേറൊരാളും? എന്താണോ ഇത്? തെലുങ്ക് സ്ത്രീയും വേറൊരാളും ഒക്കെ? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് മാറിക്കോട്ടെ. അത് സാറ്, ഒരു സ്ത്രീ റൂം മാറി കയറി. മാറിക്കയറി? മര്യാദക്ക് സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പൊക്കിക്കൊണ്ട് പോകും. അയാൾ മുറി വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ഒരു സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് പുറത്ത്. തെലുങ്ക് തന്നെ. ഭാര്യ റൂം അറിയാതെ മാറി കയറുകയാണെന്ന് പറഞ്ഞു. പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ കയ്യും കാലും പിടിച്ചു കരുതു. എന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ചോ? ഇല്ല സാർ. എന്തുകൊണ്ട് ഏൽപ്പിച്ചില്ല? ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ബിസിനസ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നും ഒരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ബിസിനസിനെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും. കൂടാതെ ഞങ്ങൾ അവരെ പരിശോധിച്ചു സാർ. അവരുടെ സ്വന്തം സാധനങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആ മുറിയുടെ കാണിച്ചു തരാം സാർ. വാ. ആരോടെ വെച്ചിട്ടാണ് നീ പറഞ്ഞത്? ഞാൻ കാണിച്ചു തരാം. എടോ, സാർ. നടക്ക്. യെസ് സാർ. ഇരിക്കൂ. സാർ, ഇതുവരെയുള്ള എന്റെ ഒബ്സർവേഷനും തെളിവുകളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഷാൽ ഐ റീഡ് ഇറ്റ്? ജൂൺ 29 കേരളദേശം പാർട്ടി അവരുടെ നിയമസഭാ കക്ഷി നേതാവായി KGRനെ തെരഞ്ഞെടുക്കുന്നു. കഴുത്തൂട്ടം വാസുദേവൻപിള്ള നേതാവായി തെരഞ്ഞെടുക്കപ്പെടും എന്നായിരുന്നു കരുതിയിരുന്നത്. ജൂൺ 30 KGR മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എരിഞ്ഞോളി അബൂബക്കർ, കഴുത്തുമുട്ടം വാസുദേവൻപിള്ള, മത്തായി തോമസ് പാപ്പച്ചൻ എന്നീ ഭരണകക്ഷി MLA-മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വിശ്വ അന്ന് രാത്രി കഴുത്തുമുട്ടത്തിന്റെ വീട്ടിൽ വെച്ച് അവരെ കാണുന്നു. പാപ്പച്ചൻ വിശ്വത്തെ സമാധാനിപ്പിച്ച് അയക്കുന്നു. തുടർന്ന് അയാൾ പാർട്ടി പ്രസിഡന്റ് കൈമളിനെ കാണുന്നു. അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊള്ളാമെന്ന് കൈമൾ അയാൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ജൂലൈ 5 കേരളദേശം പാർട്ടി എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ച മറ്റുള്ള 5 മന്ത്രിമാരുടെ പേരുകളിൽ പാപ്പച്ചന്റെയോ അബൂബക്കറുടെയോ അവരുടെ ലോബിയിൽപ്പെട്ട ആരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല. ഒരു ആശ്വാസത്തിനു വേണ്ടി കഴുത്തുമുട്ടത്തിനെ സ്പോർട്സ് മന്ത്രിയാക്കാമെന്ന് പറയുന്നു. അയാൾ അത് നിരസിക്കുന്നു. KGRന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും അയാൾ ഭരണത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തതായി അവർക്ക് തോന്നി. മദ്യനയത്തിന്റെ കാര്യത്തിൽ വിശ്വത്തിനോ അയാളുടെ ആളുകൾക്കോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനങ്ങളും ഉണ്ടാവില്ല എന്നയാൾ പറയുന്നു. കൂടാതെ പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും തീരുമാനിക്കുന്നു. 1.5 കോടി രൂപയോളം ഇലക്ഷന് മുടക്കിയ വിശ്വത്തിന് കിട്ടിയ ആദ്യത്തെ ഷോക്ക്. ജൂലൈ 9 പാർട്ടി പ്രസിഡന്റ് കൈമൾ CM-നെ ഓഫീസിൽ വെച്ച് കാണുന്നു. മദ്യനയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് CM-നോട് കൈമൾ നിർബന്ധിക്കുന്നു. സാധ്യമല്ലെന്ന് CM തീർത്തു പറയുന്നു. തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ വെച്ചവർ യോഗം ചേരുന്നു. KGRനെതിരെ രാഷ്ട്രീയ നീക്കങ്ങളോട് പ്രയോജനമില്ലെന്ന തീരുമാനത്തിലെത്തുന്നു. 2 ദിവസത്തിനകം തന്റെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് വിശ്വം പിരിയുന്നു. ജൂലൈ 25 മദ്രാസ് വിശ്വം അയാളുടെ സുഹൃത്തായ മുനിയാണ്ടിത്തേവർ എന്ന ബിസിനസ്സുകാരനെ കാണുന്നു. അയാളുടെ വീട്ടിൽ വെച്ച് KGRനെ അസാസിനേറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നു. അയാളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു വാടക കുലാളിയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ആ തേവർ എവിടെയാണ്? He is a businessman holding a Malaysian passport and he is a suspected smuggler also. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ മദ്രാസ് സന്ദർശിക്കും. പക്ഷേ മദ്രാസ് പോലീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ പക്കൽ അയാൾക്കെതിരെ വ്യക്തമായ ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്റർപോളിനോ മലേഷ്യൻ പോലീസിനോ നമ്മളെ സഹായിക്കാനാവില്ല. But I have requested the Crime Branch Headquarters Madras to inform us immediately if this Thevar is found again in Madras. ജൂലൈ 28 ഗോമസ് എന്ന വാടക കൊലയാളി ഇവിടെ മ്യൂസിയത്തിൽ വെച്ച് വിശ്വവുമായി കണ്ടുമുട്ടുന്നു. CM-നെ അസാസിനേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉറപ്പിക്കുന്നു. ഈ ഗോമസ് എന്നുള്ള പേര് തന്നെ ഫേക്കാണ്. വിശ്വത്തിന് ഇയാളുടെ യഥാർത്ഥ പേരോ ഒറിജിനോ നാടോ ഇപ്പോ താമസിക്കുന്ന സ്ഥലമോ ഒന്നും അറിയില്ല. ആഗസ്റ്റ് 1 ഹോട്ടൽ ജാസ് റൂം നമ്പർ 712 വെച്ച് 20 ലക്ഷം രൂപ ഇൻ ക്യാഷ് വിശ്വം ഗോമസിനെ ഏൽപ്പിക്കുന്നു. 15 ദിവസത്തിനകം ഗോമസ് എന്ന വാടക കൊലയാളി KGRനെ അസാസിനേറ്റ് ചെയ്യും. എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഈ ലോകത്ത് ആ കൊലയാളിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല.
പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് സാറിന് അറിയാം. ഈ വിശ്വം ഇപ്പോഴും എവിടെയാണ്? ഹീസ് അണ്ടർ കസ്റ്റഡി. You have done a good work, Mr. Perumal. I hope I will get a good news from you soon. താങ്ക് യു സർ. സാർ, ഇവരിതൊക്കെ പല ഹോട്ടലിൽ നിന്നായി മോഷ്ടിച്ചതാണ്. ഇവരുടെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞില്ലേ? യെസ് സാർ. ഞാനൊരു കൊണ്ടുപോയിക്കോട്ടെ? ശരി സാർ. അടോ നടക്കടാ. എവിടേക്കാ ഞങ്ങൾ പോണേ? സാർ എന്തിനാ ഉപദ്രവിക്കുന്നത്? മര്യാദക്ക് പറഞ്ഞാ പോരെ? നടക്കുമോളെ. മുറിയിൽ പ്രവേശിച്ചു. ആ ആളും വേറൊരാളും കൂടെ. ആ ആളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിൽ ഒരുപാട് രൂപയുണ്ടായിരുന്നു. ആ അയാൾ ആ രൂപ മുഴുവൻ പെട്ടിയോടെ മറ്റേ ആളിന് കൊടുത്തു. എന്നിട്ട് ആ ആളിന്റെ സുഹൃത്ത് 15 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞു. അയാളെ ശരിക്കും ഓർമ്മയുണ്ടോ? ഇതാണോ രൂപ കൊടുത്തയാള്? അതെ. ഇതിലേതുപോലെ ഇരിക്കും അയാളുടെ കണ്ണുകൾ? ഇതുപോലെ ഇരിക്കും. E8. മൂക്കോ? സാർ, മൂക്ക് ഇതുപോലെ ഇരിക്കും. എത്ര? N3. ഏതാണ്ട് ഇതുപോലെയാണ് സാർ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഒരു ഫോട്ടോ കോപ്പി എടുക്കണം. യെസ് സാർ. സാർ, അയാൾ ഒരു പ്രത്യേക രീതിയിലാണ് സിഗരറ്റ് വലിക്കുന്നത്. ഇങ്ങനെ ഒന്ന് കാണിച്ച്. ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ട് ഇങ്ങനെ. അത് തന്നെ, അങ്ങനെ തന്നെ. എന്താ? CM ഉണ്ടോ? ഉണ്ടല്ലോ. കാണണോ? ഇതൊന്ന് ഫില്ലപ്പ് ചെയ്ത. വേണ്ട, ചില വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. എന്താ അറിയേണ്ടത്? ഞാൻ മാവേലിക്കരയിൽ വരിക. പേര് സക്കറിയ. ബിസിനസ്സുകാരനാണ്. അതിന്റെ കൂടെ ചില സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. പ്രായമായവർക്ക് വേണ്ടി ഈ ചെഷയർ ഹോം പോലെ. അപ്പോ അതിന്റെ തറക്കല്ല് അദ്ദേഹം തന്നെ ഇടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാ ഡേറ്റ്? ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ എന്ന് വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് അസംബ്ലി,
4-ന് അസംബ്ലി, 5-ന് അസംബ്ലി, 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ഇവിടെ ടാഗൂറില് എക്സ് സർവീസ്മെന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. എവിടെയാ നമ്മുടെ സ്ഥലം? മാവേലിക്കര. അന്ന് വൈകുന്നേരം 8 മണിക്ക് കായംകുളത്തൊരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. അന്നും നടക്കില്ല. 7-ാം തീയതി ആണെങ്കിൽ നോ പ്രോബ്ലം. അത് മതി. പിന്നെ നിങ്ങൾ നേരിട്ട് CM-നെ കണ്ട് പ്രോഗ്രാം ഫിക്സ് ചെയ്യണം. ഓ ശരി. എന്റെ 2-3 സുഹൃത്തുക്കൾ ഹോട്ടലിലുണ്ട്. ഞാൻ അവരുമായി വൈകിട്ട് വന്നിട്ട് അദ്ദേഹത്തെ കണ്ടോളാം. നിങ്ങൾ നിർബന്ധിച്ചാൽ അദ്ദേഹം സമ്മതിക്കില്ലേ ഈ വീടൊന്ന് മാറാൻ? സമ്മതിക്കില്ല സാർ. അന്നൊരിക്കൽ ഞാനൊരു ഗവൺമെന്റ് ബംഗ്ലാവ് പോയി കണ്ടു. അതിന് എന്നെ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തു ചെയ്യാം? ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യാ? എന്താ സാർ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പേപ്പറിൽ വായിക്കാറില്ലേ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്? എല്ലായിടത്തും തീവ്രവാദികളുള്ള സമയമാണ്. അവരെപ്പോഴും എവിടെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട് VIPസിനൊക്കെ പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കണമെന്ന്. താനെന്താടോ ഇവിടെ? വരാതെ പറ്റുമോ? ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. തലവേദന? ആ, നിങ്ങൾ ഈ വീട് മാറില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്ന് ശടിച്ചാൽ എന്ത് ചെയ്യും? ഓ, അത് ശരി. സെക്യൂരിറ്റി പ്രശ്നം. അതിന് 2 പേരോടെ ഉണ്ടല്ലോ രാവും പകലും ഡ്യൂട്ടിക്ക്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയത്. സാറെന്താ ഈ വഴിക്ക് പ്രത്യേകിച്ച്? നത്തിങ് സാർ. പിന്നെ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സാറൊന്ന് നിർബന്ധിച്ചതുകൊണ്ടാ 2 പേരെ ഡ്യൂട്ടിക്കിടാൻ ഞാൻ സമ്മതിച്ചത്. ഉള്ള ജോലിക്ക് ആളില്ല. അപ്പോഴാ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെ മെനക്കെടുത്താൻ ഞാൻ സമ്മതിക്കും. സാർ, അറ്റ്ലീസ്റ്റ് വീട് സാധ്യമല്ല. വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ? ഗവൺമെന്റ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഞാൻ വരട്ടെ. ശരി. താൻ എവിടെ പോകുന്നു? താനവിടെ നിൽക്കണു. സാറേ, പെരുമാളിന് അത്യാവശ്യമുണ്ടോ? ഇല്ല സാർ. പെരുമാളിന്റെ പഴയ ഒരു സുഹൃത്താ. വി വർ കോളേജ് മേറ്റ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. യു മീറ്റ് മീ ഇൻ ദി ഓഫീസ് ടുമോറോ മോർണിംഗ്. സർ. പാടോ പോലീസ്. വത്സലയ്ക്ക് അറിയില്ലേ പെരുമാളിനെ? അറിയാം. നീ 2 ചായ ഇരിക്കും. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. സാർ, എന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ബസ് സമരത്തിന് പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സാർ എന്നെ തൂക്കിയെടുത്തൊരു ഏറെറിഞ്ഞു വാനിനകത്തേക്ക്. അതിന്റെ പാട് ഇപ്പോഴും വെളിയിലുണ്ട്. ഇതൊക്കെ ആരോർക്കാനാ? ഇപ്പോഴേതില്ല? പോലീസ് തന്നെ. അല്ല, അതെനിക്കറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റില്ല? ക്രൈം ബ്രാഞ്ച്. ഹലോ ഹലോ ഹലോ, മിനിസ്റ്ററുടെ വീട് തന്നെ. അനാച്ഛാദനമോ എന്ന് വെച്ചാ പ്രതിമയോ? ആ ഗോപിയോട് തൊള്ള തുറക്കല്ലേ എന്ന് പറ. 12-ാം തീയതി അവൻ വാ തുറന്നാ മതി, പിന്നെ മൈക്ക് പോലും വേണ്ട. അയാള് പറയായിരുന്നേ, ഞാൻ അയാളെ ബസ് ടിക്കറ്റിങ്ങിന് വാനിലേക്ക് എടുത്തെറിഞ്ഞ കാര്യം. എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ. ലാത്തി കൊണ്ടൊരു അടി. 84 ട്രെയിൻ തടയിൽ നിന്ന്. കഴുത മുഖപരിചയം പോലും കാണിച്ചില്ല. ദേ ഇവളാ ഒരാഴ്ച ആവി പിടിച്ചത്. അത് പിന്നെ ഓടിയ കൂട്ടത്തിൽ എന്റെ മുമ്പിൽ വന്നുവിട്ടാ ഞാൻ എന്ത് ചെയ്യും? ആളും തരവൊക്കെ അപ്പൊ നോക്കാൻ പറ്റുമോ? പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഒന്നും അടിച്ച് തന്നേക്കരുത് കേട്ടോ. ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ ഞാനൊരു പ്രൊമോഷൻ ഫിറ്റ് ചെയ്യാം. അത് പോട്ടെ. ഫാമിലിയൊക്കെ എവിടെ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ? ആ, സുഖം തന്നെ. അവരൊക്കെ നാട്ടിലാ. ഭാര്യയോ? പള്ളിക്കൂടം മതിയല്ലേ? അതെ. ഇങ്ങോട്ട് വല്ല ട്രാൻസ്ഫറും വേണോ? വേണമെങ്കിൽ പറ. ചെറിയ ചെറിയ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കും. അങ്ങനെ വേണ്ട. ആളുകൾ പറയുന്നത് പോലെ ഞാൻ അത്ര അടമന്റോ മുഷ്കനോ ഒന്നുമല്ല. അത്യാവശ്യം ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. ഈ കൈമൾ എങ്ങനാ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ്? നിങ്ങൾ തമ്മില് കുഴപ്പമൊന്നുമില്ല. നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഏതിലായില്ലാത്ത. കഴുത്തുമുട്ടം ഗ്രൂപ്പായിട്ടോ? പഴയ താപ്പാനകളല്ലേ. ഞാൻ മുഖ്യമന്ത്രിയായത് അവർക്കത്ര രുചിച്ചിട്ടില്ല. അതിന്റെ മുറുമുറുപ്പുണ്ടാവും. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ ഒക്കുമോ? പൊതുവെ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് മീറ്റിംഗ് ആൻഡ് ചീറ്റിംഗ് എന്നാ പൊതുധാരണ. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എന്താ ചോദിക്കാൻ കാര്യം? ഒന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേ നീ ഇടയ്ക്കൊക്കെ വരണം. പഴയ സുഹൃത്തുക്കളെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു സുഖമാ.
പിന്നെ വല്ലപ്പോഴും ഭക്ഷണം ഇവിടെ നിന്നാകാം. എന്റെ വെമ്പർന്നവരെ നല്ലൊരു കുക്ക കേട്ടോ. വല്ലപ്പോഴും അവൻ വന്നാൽ ഞാനില്ലേലും ആഹാരം കൊടുക്കണം. ഒരു കാലത്ത് എന്റെ ഒപ്പം നടന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ച പയ്യനാ. അവൻ പോലീസുകാരനായി, ഞാൻ മുഖ്യമന്ത്രിയായി. ഞാൻ വരട്ടെ. ശരി ശരി.